ഞാൻ ആദ്യമേ ജമീഷിൻ്റെ പദപ്രയോഗത്തിൽ യൂണിയൻ എന്നുള്ള ആ യൂണിയൻ ഗവൺമെൻറ് എന്നുള്ള പദത്തിലേക്ക് ഞാൻ കിടക്കുകയാണ്. കേന്ദ്ര സർക്കാർ എന്നുള്ളത് ഞാൻ വെട്ടുകയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ ഒരിടത്തും അത്തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, ഞാൻ CPIMൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിലോ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലോ അഭിഭാഷകൻ എന്നുള്ള നിലയിലോ മാത്രമല്ല, ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാർ എന്ന പദപ്രയോഗത്തെ ഞാൻ നിശിതമായി വിമർശിക്കുകയാണ്, ഞാൻ വർജിക്കുകയാണ്. യൂണിയൻ ഗവൺമെൻറ് എന്നാണ് ഇന്ത്യയുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. രണ്ട്, ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ യൂണിയൻ ഗവൺമെൻറ് പ്രതിയായി വന്നിട്ടുള്ള വാദിയായി വന്നിട്ടുള്ള ഒരുപക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് അത്തരത്തിൽ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ അങ്ങനെ കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ആ എല്ലാ കേസുകളുടെയും വിധിന്യായങ്ങളിൽ യൂണിയൻ ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ ഏജൻസീസ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ CBI അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ബ്യൂറോയോ അതല്ല എങ്കിൽ ഈ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഒക്കെ അങ്ങനെ പറയുന്നു എങ്കിലും അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ജമീഷിൻ്റെ വാക്കുകൾ പോലും പുറത്തു വരുമ്പോൾ നമ്മളെയെല്ലാം വല്ലാതെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്, പലപ്പോഴും മലയാളികൾ ഉൾപ്പെടെ മറ്റു പലരും എല്ലാം വാചകങ്ങളുടെ ഒരു ഒഴുക്കിനും അതുപോലെ നമുക്ക് പെട്ടെന്ന് പറയാനും വേണ്ടി ഇത്തരത്തിൽ പറഞ്ഞ് ഇപ്പോൾ ഞാൻ ഈ ദൂരദർശൻ കേന്ദ്രത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ ഈ തറക്കല്ലിടലും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ ആ ശിലാഫലകമൊന്ന് നോക്കിയാൽ യൂണിയൻ മിനിസ്റ്റർ ഫോർ എന്നുള്ളതാണ് എഴുതിയിട്ടുണ്ടാവുക. നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിലാണ് എല്ലാം, ഞങ്ങളിലാണ് അധികാരങ്ങളെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത്, ഞങ്ങൾ തീരുമാനിക്കുന്നു കാര്യങ്ങൾ എന്നുള്ള നിലയിലേക്ക് ഞാൻ അതിനെ നിഷേധിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഷാബു പ്രസാദ് ആ സമയത്തിലേക്കാണ്